എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വാചകങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ TV കണ്ട് ഉറങ്ങിപ്പോയി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഉറങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഫോൾ അസ്ലീപ്പ് എന്നാണ്. അപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് പറയാൻ ഫോളിൻ്റെ പാസ്റ്റ് ടെൻസ് ഫെൽ വരും. ഐ ഫെൽ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി എന്നാണ് മീനിങ്. TV കണ്ടുകൊണ്ട് എന്ന് പറയാൻ വാച്ചിങ് TV. ഐ ഫെൽ അസ്ലീപ്പ് വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ ഞാൻ TV കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ് മീനിങ്. ഐ ഫെൽ അസ്ലീപ്പ് വാച്ചിങ് TV. ഇനി അടുത്തത്, ഞാൻ TV കണ്ടിട്ട് കുറേ കാലങ്ങളായി എന്ന് പറയണം. കുറേ കാലങ്ങളായി എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായി എന്നുള്ള മീനിങ് ആണ്. അതിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഇറ്റ്സ് ബീൻ ഏജസ്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. ഇറ്റ്സ് ബീൻ ഏജസ് എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായി എന്നുള്ള മീനിങ് ആണ്. ഞാൻ TV കണ്ടിട്ട് എന്ന് പറയാനോ? സിൻസ് ഐ വാച്ച്ഡ് TV. ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് ഐ വാച്ച്ഡ് TV എന്ന് പറഞ്ഞാൽ ഞാൻ TV കണ്ടിട്ട് കുറേ നാളുകളായി എന്നുള്ള മീനിങ് ആണ്. ഇനി എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് നമ്മൾ പറയാറില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ശ്രമിക്കുക എന്ന് പറയാൻ ട്രൈ. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇനി അവനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കൂ എന്നെങ്ങനെ പറയും? ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അവനെ മനസ്സിലാക്കിപ്പിക്കാൻ എന്നുള്ള മീനിങ് ആണ്. സോ അവനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയാനാണ് ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്തത്, നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്? അതായത് നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് നമുക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തിനു വേണ്ടി എന്ന് പറയാൻ ഫോർ വാട്ട് എന്ന് ചോദിക്കാം. ഫോർ വാട്ട്. ഇനി എന്തിനു വേണ്ടിയാണ് നീ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കണമെങ്കിലോ ഫോർ വാട്ട് ഹാവ് യു കം ഹിയർ. ഫോർ വാട്ട് ഹാവ് യു കം ഹിയർ. കം എന്ന് പറഞ്ഞാൽ വരിക. ഹാവ് യു കം ഹിയർ എന്ന് പറഞ്ഞാൽ നീ വന്നിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ്. ഫോർ വാട്ട് ഹാവ് യു കം ഹിയർ. ഇനി അടുത്തത്, ഞാൻ നിനക്ക് ആരും അല്ലേ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? am I no one to you. am I no one എന്ന് പറഞ്ഞാൽ ഞാൻ ആരും അല്ലേ എന്നുള്ള മീനിങ് ആണ്. ടു യു എന്ന് പറഞ്ഞാൽ നിനക്ക്. സോ ഞാൻ നിനക്ക് ആരുമല്ലേ എന്ന് ചോദിക്കാനാണ് am I no one to you. ഇനി അടുത്തത്, അവൾ ആരുടെ കൂടെയാണ് അവിടെ പോയത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആരുടെ കൂടെയാണ് എന്ന് ചോദിക്കാൻ വിത്ത് ഹൂം എന്നാണ് പറയുന്നത്. വിത്ത് ഹൂം. അപ്പോൾ അവൾ ആരുടെ കൂടെയാണ് അവിടെ പോയത് എന്നെങ്ങനെ ചോദിക്കും? വിത്ത് ഹൂം ഡിഡ് ഷീ ഗോ ദെയർ. വിത്ത് ഹൂം ഡിഡ് ഷീ ഗോ ദെയർ. ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമായതുകൊണ്ടാണ് ഡിഡ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്തത്. വിത്ത് ഹൂം ഡിഡ് ഷീ ഗോ ദെയർ. ഗോ ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ പോവുക എന്നാണ്. ഇനി ആരെങ്കിലും ഗസ്റ്റൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരുവാണെന്ന് വെച്ചോ. അപ്പോൾ അവർ ഇന്ന് വൈകിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? അവർ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ ദേ കമ്മിങ് എന്നാണ് ചോദിക്കുന്നത്. ആർ ദേ കമ്മിങ്. ഇന്ന് വൈകിട്ട് എന്ന് ചോദിക്കണമെങ്കിലോ ദിസ് ഈവനിങ്. ആർ ദേ കമ്മിങ് ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് വൈകിട്ട് വരുന്നുണ്ടോ എന്നാണ് മീനിങ്. ആർ ദേ കമ്മിങ് ദിസ് ഈവനിങ്. ഇനി അടുത്തത്, ദയവായി എനിക്ക് വേണ്ടി കുറച്ച് വെള്ളം ചൂടാക്കാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു പ്ലീസ് ഹീറ്റ് സം വാട്ടർ ഫോർ മീ. ക്യാൻ യു പ്ലീസ് ഹീറ്റ് സം വാട്ടർ ഫോർ മീ. ഹീറ്റ് സം വാട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കുക എന്നുള്ള മീനിങ് ആണ്. ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി. സോ ക്യാൻ യു പ്ലീസ് ഹീറ്റ് സം വാട്ടർ ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദയവായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാമോ എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, നീ എപ്പോഴും എന്നെക്കാൾ ഒരു പടി മുന്നിലാണ്. ഇതെങ്ങനെയാണ് പറയുന്നത്? യു ആർ ഓൾവേസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് മീ. യു ആർ ഓൾവേസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് മീ. വൺ സ്റ്റെപ്പ് എഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു പടി മുന്നിൽ എന്നാണ്. ഓഫ് മീ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും എന്നുള്ള മീനിങ് ആണ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. സോ യു ആർ ഓൾവേസ് വൺ സ്റ്റെപ്പ് എഹെഡ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും എന്നെക്കാളും ഒരു പടി മുന്നിലാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്,
നാളത്തേക്ക് അലാം വയ്ക്കാൻ മറക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? മറക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഫർഗെറ്റ്. അലാം വയ്ക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? സെറ്റ് ദ അലാം. സോ അലാം വയ്ക്കാൻ മറക്കരുത് എന്ന് പറയുന്നത് ഡോണ്ട് ഫർഗെറ്റ് ടു സെറ്റ് ദ അലാം എന്നാണ്. നാളത്തേക്ക് എന്ന് പറയാൻ ഫോർ ടുമോറോ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സെറ്റ് ദ അലാം ഫോർ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് അലാം വയ്ക്കാൻ മറക്കരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് ഹാപ്പൻഡ് ബൈ ചാൻസ്. ഇറ്റ് ഹാപ്പൻഡ് ബൈ ചാൻസ്. ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായി എന്നുള്ള മീനിങ് ആണ്. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. സോ അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന് പറയാനാണ് ഇറ്റ് ഹാപ്പൻഡ് ബൈ ചാൻസ്. ഇനി അടുത്തത്, നീ നിൻ്റെ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? മരുന്ന് കഴിക്കുക എന്ന് പറയുന്നതിന് ടേക്ക് ദ മെഡിസിൻ എന്നാണ് പറയുന്നത്. സോ നീ നിൻ്റെ മരുന്ന് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് യു ടേക്ക് യുവർ മെഡിസിൻ? ഡിഡ് യു ടേക്ക് യുവർ മെഡിസിൻ? മെഡിസിൻ എന്ന് പറഞ്ഞാൽ മരുന്ന്. സോ നീ നിൻ്റെ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു ടേക്ക് യുവർ മെഡിസിൻ. ഇനി ആംഗ്യം കാണിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ആംഗ്യം എന്ന് പറയുന്നത് ജസ്റ്റർ എന്നാണ്. അപ്പോൾ ആംഗ്യം കാണിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ജസ്റ്റർ. ഡോണ്ട് ജസ്റ്റർ. ഇനി അടുത്തത്, അവൻ നന്നായി പഠിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറയണം. ഉറപ്പ് വരുത്തുക എന്നെങ്ങനെയാണ് പറയുന്നത്? മേക്ക് ഷുവർ. അവൻ നന്നായി പഠിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നെങ്ങനെ പറയും? മേക്ക് ഷുവർ ഹി സ്റ്റഡീസ് വെൽ. മേക്ക് ഷുവർ ഹി സ്റ്റഡീസ് വെൽ. സ്റ്റഡീസ് വെൽ എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുന്നു എന്നാണ്. സോ മേക്ക് ഷുവർ ഹി സ്റ്റഡീസ് വെൽ എന്ന് പറഞ്ഞാൽ അവൻ നന്നായി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? അവളെല്ലാം നന്നായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മേക്ക് ഷുവർ ഷീ ഡസ് എവറിത്തിങ് വെൽ. മേക്ക് ഷുവർ ഷീ ഡസ് എവറിത്തിങ് വെൽ. എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്. സോ എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ് ഷീ ഡസ് എവറിത്തിങ് വെൽ എന്ന് പറഞ്ഞത്. സോ ഉറപ്പ് വരുത്തുക എന്ന് പറയാൻ മേക്ക് ഷുവർ. മേക്ക് ഷുവർ ഷീ ഡസ് എവറിത്തിങ് വെൽ. ഇനി നാളെ എന്നെ വന്ന് കാണുക എന്ന് പറയണം. അതെങ്ങനെ പറയും? കം ആൻഡ് സീ മീ ടുമോറോ. കം ആൻഡ് സീ മീ ടുമോറോ. കം എന്ന് പറഞ്ഞാൽ വരിക, സീ മീ എന്ന് പറഞ്ഞാൽ എന്നെ കാണുക. സോ കം ആൻഡ് സീ മീ എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് കാണുക എന്നാണ്. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. ഇനി അടുത്തത്, ഞാനിത് ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. ശരിയായിട്ട് എന്ന് പറയാൻ കറക്റ്റ്ലി എന്ന് പറയാം. സോ am I doing this correctly എന്ന് ചോദിച്ചാൽ ഞാനിത് ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ്. am I doing this correctly. ഇനി എന്തെങ്കിലും ഒരു കാര്യം അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മോശമാവുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? അവൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥ എന്ന് പറയാൻ കണ്ടീഷൻ. സോ ഹിസ് കണ്ടീഷൻ ഇസ് ഗെറ്റിംഗ് വേഴ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഹിസ് കണ്ടീഷൻ ഇസ് ഗെറ്റിംഗ് വേഴ്സ്. ഇനി ഇതേപോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ സങ്കീർണമാവുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? സങ്കീർണം എന്ന് പറയാൻ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാം. സോ തിങ്സ് ആർ ഗെറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ഹിയർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇവിടെ സങ്കീർണമാവുകയാണ് എന്നുള്ള മീനിങ് ആണ്. തിങ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. സോ തിങ്സ് ആർ ഗെറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ഹിയർ. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇവിടെ സങ്കീർണമാവുകയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിനക്ക് വഴി അറിയാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതെങ്ങനെ പറയും? ഞാൻ വിചാരിച്ചത് എന്ന് പറയാൻ ഐ തോട്ട്. നിനക്ക് വഴി അറിയാമെന്ന് പറയാൻ യു ന്യൂ ദ വേ. ഐ തോട്ട് യു ന്യൂ ദ വേ. ന്യൂ എന്ന് പറഞ്ഞാൽ നോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. നോ എന്ന് പറഞ്ഞാൽ അറിയുക. സോ ഐ തോട്ട് യു ന്യൂ ദ വേ എന്ന് പറഞ്ഞാൽ നിനക്ക് വഴി അറിയാം എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാണ് മീനിങ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വാചകങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നെന്നെ എഴുതി അറിയിക്കുക. സോ
പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ആൻഡ്